ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു തീർത്ഥാടനമാണ്. നിങ്ങൾ എടപ്പള്ളി പള്ളിയിൽ പോയിട്ടുണ്ടോ? എടപ്പള്ളി പള്ളിയിലെ നേർച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞങ്ങളിന്ന് കോഴി നേർച്ച നേർന്ന് ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും കൂടെ എടപ്പള്ളി പള്ളിയിലേക്ക് പോവാണ്. നമുക്ക് പോയാലോ? എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നത്, അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഞങ്ങളപ്പോൾ എടപ്പള്ളിയിലേക്ക് പോവാണ്. കോഴിനെ കിട്ടിയില്ല. കോഴിന് അതിനകത്താക്കാ ഒന്ന് കാണിച്ചേ. കോഴി ഓർമ്മല്ലോ രണ്ടെണ്ണം. കോഴിയെ ശരിയാക്കാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. കോഴി വെട്ടാനും പിന്നെ സവാളയും മറ്റുള്ളതൊക്കെ അരിയാനുള്ള കത്തികൾ, ചരുവം, വെള്ളം തിളപ്പിക്കാനുള്ള ചരുവം, കറിവേപ്പില, ചീനച്ചട്ടി വറുത്തിടാനുള്ളത്, പിന്നെ വറ്റൽമുളക്, അതുപോലെ ഗ്ലാസ്, പ്ലേറ്റുകൾ, തേങ്ങ ഒന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. 2 തേങ്ങയാണ് എടുത്തേക്കണേ. 2 തേങ്ങ ഒന്ന് കുറച്ച് വെള്ളം ചേർത്തൊന്ന് അടിച്ച് മിക്സിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വാഴയില കോഴീനെ വെട്ടാനൊക്കെ ആയിട്ട്, പിന്നെ ഇടിമുട്ടി, പിന്നെ കറി അരിയാനുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. എടപ്പള്ളിയിലെത്തി. പഴയ പള്ളിയാണ്. പഴയ പള്ളി 15-ാം നൂറ്റാണ്ട്, 14-15 നൂറ്റാണ്ടിലുള്ളതാണ്. മദർ മേരിയുടെ പേരിലുള്ളതാണ്. ഇപ്പം അത് ഒരു ചാപ്പൽ പോലെ പ്രാർത്ഥനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കിണറാണ്. ഇതിന് വലിയ ഐതിഹ്യങ്ങളുള്ളത്. ആ കിണറിലെ വെള്ളം ഒരേ ലെവലിൽ തന്നെ ഇരിക്കും അത്രേ. അതൊരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് എല്ലാവരും തല കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഏപ്രിൽ 25-ാം തീയതി കൊടി കയറുമെങ്കിൽ മെയ് 4-ഉം 5-ഉമാണ് പെരുന്നാൾ. അത് കഴിഞ്ഞിട്ട് 10-ഉം 11-ഉമാണ് 8-ാം ഇടം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. തിരക്കൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നതാണ്. പക്ഷേ എന്നാലും നല്ല തിരക്കുണ്ട്. ഇവിടെ കോഴികളെ നമുക്ക് കൊണ്ടുപോയി അവിടെ നേർച്ചയായിട്ട് സമർപ്പിക്കാം. അവിടെ നിന്ന് കുർബാനയ്ക്ക് കഴിയുമ്പോൾ, എല്ലാ കുർബാന കഴിയുമ്പോഴും കോഴികളെ ലേലം വിളിക്കും. അതിൽ നിന്ന് നമുക്ക് ലേലം വിളിക്കാം. പിന്നെ ഇവിടെ പ്രാർത്ഥനയ്ക്കും തിരികൾ കത്തിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഗീവരസുണ്യാളുടെ ഒരു വലിയ രൂപവും അതിനടുത്ത് അച്ഛന്മാർ തലയ്ക്ക് പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയും നേർച്ചയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയ പള്ളിയിലേക്ക് പോവുകയാണ്. ഇത് 2015-ലാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത്. വലിയ പള്ളിയാണ്. പള്ളിക്ക് അകത്ത് മൊബൈലൊന്നും ഉപയോഗിക്കരുതെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ മൊബൈലൊന്നും തന്നെ ഉപയോഗിച്ചില്ല. വീഡിയോ പിടിച്ചിട്ടില്ല. മെയ് 15-ാം തീയതിയോടുകൂടി പള്ളിയിലെ ഗ്രൗണ്ട് അടച്ചു. അപ്പം ഞങ്ങൾ വേറൊരു വീട് കണ്ടുപിടിച്ച് അവിടെയാണ് അവർ പൈസ കൊടുക്കണം. ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ആ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ കൊണ്ടുപോയി പായയൊക്കെ നിരത്തി അതിലേക്ക് ഉള്ളിയൊക്കെ നന്നാക്കാൻ തുടങ്ങി. കോഴിയെ തിളപ്പിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് വിറകൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയതാണ്. പാത്രവും വിറകും എല്ലാം കൊണ്ടുപോയി. അടുപ്പ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കോഴിയെ തിളച്ച വെള്ളത്തിലൊക്കെ മുക്കി പപ്പെല്ലാം പറിച്ച് നമ്മൾ നാട്ടിൽ എങ്ങനെ നാടൻ കോഴിയെ വെക്കണോ ആ രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് നാടൻ കോഴി ആയതുകൊണ്ട് നമുക്ക് അല്പം കരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചൂട്ടെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുനുകുനാന്നുള്ള രോമെല്ലാം കരിച്ച് കളഞ്ഞ് നല്ലപോലെ കഴുകി. അവർ വെള്ളമൊക്കെ അവിടെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീട് ഒട്ടും തന്നെ ഹൈജീനിക് ആയിരുന്നില്ല. ഒത്തിരി വേസ്റ്റും ഇതൊക്കെ കൂട്ടിയിട്ട്, അതുപോലെ ഈച്ചയുടെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ എല്ലാം ചെയ്തു. അങ്ങനെ കോഴീനെ നന്നാക്കി നന്നായിട്ട് നുറുക്കി വെച്ചു. അപ്പോഴത്തേനും സവാളയും പച്ചമുളകും ഇഞ്ചി അങ്ങനെയുള്ളതെല്ലാം അരിഞ്ഞ് ഒരു വലിയ ഉരുളി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് മസാലയെല്ലാം ചേർത്ത് നല്ലപോലെ തിരുമ്മി അതിലേക്ക് മൂന്നാം പാലൊഴിച്ച്, പാല് ഞങ്ങൾ സെപ്പറേറ്റ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 3-ാം പാലൊഴിച്ച് കോഴിയെല്ലാനും ഇട്ട് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചു. നമ്മൾ നാടൻ കറി വെക്കില്ലേ, കോഴിക്കറി വെക്കില്ലേ, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട്, അതുപോലെ തന്നെയാണ് ചെയ്തത്. ചൊറുക്കയും എല്ലാനും ഇട്ട് നല്ലപോലെ തിരുമ്മിയിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വയ്ക്കാം.
അവരുടെ വീടിൻ്റെ വരാന്തയിൽ വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ തിരുമിയത്. മറ്റേ അടുപ്പൊക്കെ പൂട്ടിയ സ്ഥലത്തെല്ലാം നിറയെ ഈച്ചയാണ്. അത് ഈച്ചയുടെ ശല്യം ഇവിടെ ഉണ്ട് എങ്കിലും ഞങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, അതിട്ട് മൂടി. പിന്നെ അടുപ്പത്ത് വെച്ച് വലിയൊരു ഉരുളിയായതുകൊണ്ട് അതിന് അടപ്പില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഇല കൊണ്ടുപോയിട്ടുണ്ടായി, ഇല ഇട്ട് മൂടി. അതിന് വെന്ത് കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത്, അതും ഉരുളക്കിഴങ്ങ് നല്ലപോലെ നാടൻ കോഴി ആയതുകൊണ്ട് വേവാൻ ഒരുപാട് സമയം എടുത്തു. ഏകദേശം 3 മണി 4 മണിയൊക്കെ ആയായിരുന്നു ഇതെല്ലാം വെന്ത് റെഡി ആയപ്പോഴത്തേനും. അപ്പോഴേക്കും എല്ലാവർക്കും വല്ലാതെ വിശന്നു. കടയിൽ പോകാനാണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കറിയൊക്കെ റെഡിയായി. അങ്ങനെ തലപ്പാൽ ഒഴിച്ചു. കറി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒട്ടും ഹൈജീനിക് അല്ലാത്തത് കൊണ്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ആ സ്ഥലം അന്വേഷിച്ച് പോയി. പള്ളിയുടെ തന്നെ ദൂരെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. പാർക്കിൽ പോകണമെന്ന് വിചാരിച്ച് പോയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ എടപ്പള്ളി പള്ളിയിൽ നേർച്ച കഴിച്ചു.